പ്രിയപ്പെട്ട കുട്ടികളെ, അനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൻ്റെ 7ാമത്തെ പാർട്ടിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈലം ആർത്രോപോഡയെക്കുറിച്ചാണ്. ദിസ് ഈസ് ദി ലാർജസ്റ്റ് ഫൈലം ഓഫ് അനിമൽസ് വിച്ച് ഇൻക്ലൂഡ്സ് ഇൻസെക്ട്സ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഫൈലങ്ങളിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫൈലമാണ് ഫൈലം ആർത്രോപോഡ. അപ്പോൾ ജോയിൻറ്റ് ലെഗ്ഡ് അനിമൽസ് എന്നും ഒക്കെ അറിയപ്പെടും, അതായത് ജോയിൻറ്റഡ് അപ്പൻഡേജസ്. അപ്പോൾ അതിൻ്റെ കാലും കൈയും ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൂട്ടി യോജിപ്പിച്ചതുപോലെ ഇരിക്കുകയാണ്. ആർത്രോ മീൻസ് ജോയിൻറ്റ്, പോഡ മീൻസ് അപ്പൻഡേജസ്. അപ്പോൾ ജോയിൻറ്റഡ് അപ്പൻഡേജസ് ഉള്ള ഓർഗാനിസംസാണ് ഈ ഫൈലത്തിൽ വരുന്ന ജീവികൾ. ലാർജസ്റ്റ് ഫൈലവുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫൈലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാർജസ്റ്റ് ഫൈലം ആയ ആർത്രോപോഡയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. ഇവിടെ ഓവർ 2/3 ഓഫ് ഓൾ നെയിംഡ് സ്പീഷീസ് ഓൺ എർത്ത് ആർ ആർത്രോപോഡ്സ്. അപ്പോൾ 2/3 ഇന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഏതാണ്ട് 2/3 വിഭാഗം അനിമൽസും ഏത് സ്പീഷീസാണ്? ഈ ആർത്രോപോഡ വിഭാഗത്തിൽ വരുന്ന ജീവികളാണ്. അപ്പോൾ അവയുടെ സാലിയൻ ഫീച്ചേഴ്സ്, ജനറൽ ക്യാരക്ടേഴ്സാണ് നമ്മൾ ഇന്നിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ഓർഗൻ സിസ്റ്റം ലെവലാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സിമട്രി, ബൈലാട്രൽ സിമട്രിയാണ്. നിങ്ങൾക്കറിയാം, റൈറ്റും ലെഫ്റ്റും വന്ന് 2 ഹാഫാക്കാൻ കഴിയുന്ന സിമട്രിയാണ് ഇവരുടെ സിമട്രി. അതുപോലെ ജേം ലെയേഴ്സ് ട്രിപ്ലോബ്ലാസ്റ്റിക്കാണ്. ഔട്ടർ എക്ടോഡോം, മിഡിൽ മീസോഡോം, ഇന്നർ എൻഡോഡോം. അപ്പോൾ ആ രീതിയിലുള്ള ആ വിഭാഗത്തിൽ വരുന്ന ജീവികളാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് അനിമൽസാണ് ആർത്രോപോഡ്സ്. അതുപോലെ തന്നെ അവരുടെ സീലോമേറ്റാണ്. സീലോമേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ട്രൂ സീലോം ഉള്ളവരാണ് ആര്? ആർത്രോപോഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ നമുക്ക് സീലോമേറ്റ് അനിമൽസ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ അവരുടെ ഹാബിറ്റാറ്റും പറയുകയാണെങ്കിൽ കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും കാണപ്പെടുന്ന ഒരു വിഭാഗം അനിമൽസാണ് ആർത്രോപോഡയിൽ വരുന്ന ജീവികൾ. പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. അപ്പോൾ കംപ്ലീറ്റും ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ കംപ്ലീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരെൻഡ് എന്താണ്? മൗത്താണ്. അപ്പോൾ ഇഞ്ചക്ഷൻ ടേക്സ് പ്ലേസ് ത്രൂ ദി മൗത്ത്. ആഹാരം അകത്തേക്ക് എടുക്കുന്നത് മൗത്തിൽ കൂടെയാണ്. പിന്നെ ഇജക്ഷൻ ടേക്സ് പ്ലേസ് ത്രൂ ദി ഏനസ്. അപ്പോൾ അൺഡൈജസ്റ്റഡ് വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ പുറത്തേക്ക് പോകുന്ന ഓപ്പണിംഗ് ആണ് ഏത്? ഏനസ്. അപ്പോൾ 2 എൻഡും ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ള ജീവികളെയാണ് നമ്മൾ പൊതുവെ എന്ത് പറയുന്നത്? കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ള ജീവികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആർത്രോപോഡയും എന്താണ്? കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ള ജീവികളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഈ സ്ലൈഡിൽ പറയുന്നത്. മറ്റൊരു ക്യാരക്ടറാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഗിൽസ്, ബുക്ക് ഗിൽസ്, ട്രക്കിയ, ബുക്ക് ലെങ്സ്, ഇങ്ങനെ വിവിധ തരത്തിലുള്ള റെസ്പിറേറ്ററി ഓർഗൻസ് ഉള്ള ഒരു വിഭാഗം ജീവികളാണ് ആർത്രോപോഡ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലാർജസ്റ്റ് ഫൈലമാണ്. അപ്പോൾ ലോകത്തുള്ള 2/3 വിഭാഗവും ഏത് അനിമൽസാണ്? ആർത്രോപോഡയിൽ വരുന്ന ജീവികളാണ്. അപ്പോൾ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ജീവികളുണ്ട്, അക്വാട്ടിക് ആയിട്ടുള്ള ജീവികളുണ്ട്. അപ്പോൾ എല്ലാ തലത്തിലും ജീവിക്കുന്ന വിഭാഗത്തിൽ വരുന്ന ജീവികളാണ്. അപ്പോൾ ചില വിഭാഗം ജീവികൾക്ക് ഗിൽസ് ഉണ്ട്, ചിലർക്ക് ബുക്ക് ഗിൽസ് ഉണ്ട്, ചിലർക്ക് ബുക്ക് ലെങ്സ് ഉണ്ട്, ട്രക്കിയൽ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ റെസ്പിറേറ്ററി ഓർഗൻസ് ഉള്ള ഒരു വിഭാഗം അനിമൽസാണ് ഏത്? ആർത്രോപോഡ്സ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പാണ്. അപ്പോൾ ഓപ്പൺ ടൈപ്പും ക്ലോസ്ഡ് ടൈപ്പും നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് വ്യത്യാസം. റീപ്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ മോസ്റ്റ്ലി ഡയീഷ്യസ് ആണ്. ഡയീഷ്യസ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആണ്. അപ്പോൾ യൂഷ്വലി ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ്. മോസ്റ്റ്ലി ഒവീപാരസ് ആണ്. ഒവീപാരസ് എന്താണ്? എഗ് ലേയിങ് അനിമൽസ്.
മുട്ടയിടുന്ന ജീവികളെയാണ് നമ്മൾ ഒവിപാരസ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു വിഭാഗം ജീവികളാണ് വിവിപാരസ് എന്ന് പറയുന്നത്. വിവിപാരസ് എന്ന് വെച്ചാൽ എന്താണ്? അനിമൽസ് വിച്ച് ഗീവ്സ് ബർത്ത് ടു ദെയർ യങ് വൺസ്. കുഞ്ഞുങ്ങളെ പ്രസവത്തിൽ കൂടെ ജന്മം നൽകുന്നവരെയാണ് നമ്മൾ എന്തോ പറയുന്നത്? വിവിപാരസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭൂരിഭാഗം ജീവികളും ഏത് വിഭാഗത്തിൽ വരുന്നവരാണ്? ഒവിപാരസ് അനിമൽസാണ്. അതായത് എന്താണ്? എഗ് ലേയിങ് അനിമൽസാണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ ഡെവലപ്മെൻറ്റ് ഈസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആണ്. അപ്പം ഡയറക്റ്റായിട്ടുള്ള ഡെവലപ്മെൻ്റ് ഉള്ള ജീവികളും ഉണ്ട്, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് ഉള്ള ജീവികളും ഈ ഫൈലത്തിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് യുണീക്ക് ഫീച്ചേഴ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ജോയിൻറ്റഡ് അപ്പൻഡേജസ് ആണ്. നമ്മൾ ആ തുടക്കത്തിലേ പറഞ്ഞതാണ്, ജോയിൻറ്റഡ് അപ്പൻഡേജസ് ആണ് ഇവർക്കുള്ളത്. അതൊരു യുണീക്ക് ക്യാരക്ടറാണ്. ബോഡി ഹാസ് ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. അപ്പോൾ ബോഡിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഹെഡുണ്ട്, തൊറാക്സ്, പിന്നെ അബ്ഡോമൻ, പിന്നെ കൈറ്റിനസ് ക്യൂട്ടിക്കിളുണ്ട്. അപ്പോൾ കൈറ്റിൻ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ക്യൂട്ടിക്കിൾ കവറിംഗ് ഉണ്ട്. അത് അവർക്കൊരു അഡാപ്റ്റേഷനാണ്, പ്രൊട്ടക്ഷനും നൽകുന്നുണ്ട്. പിന്നെ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഉണ്ട്. അതൊരു എക്സ്ക്രീറ്ററി ഓർഗനാണ്. മാൽപീജിയൻ ട്യൂബ്യൂൾസ് എക്സ്ക്രീറ്ററി ഓർഗനാണ്. സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ്? ആൻറ്റിനയുണ്ട്, കോമ്പൗണ്ട് ആൻഡ് സിമ്പിൾ ഐസ്, സ്റ്റാറ്റോസിസ്റ്റ്, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട യുണീക്ക് ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഈ സ്ലൈഡിൽ പ്രധാനമായിട്ടും റെസ്പിറേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി ഓർഗൻസ് ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പ് ആണെന്ന് പറയുന്നു. റീപ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡയേഷ്യസ് ആണ്, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ്, ഒവിപാരസ് ആണ്. അതായത് എന്താണ്? എഗ് ലേയിങ് അനിമൽസ് ആണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഡയറക്റ്റും ഇൻഡയറക്റ്റും ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുള്ള വിഭാഗത്തിലുള്ള ജീവികൾ ഈ ഫൈലത്തിൽ വരുന്നുണ്ട്. പിന്നെ യുണീക്ക് ഫീച്ചേഴ്സും ആണ് നമ്മൾ ഈ സ്ലൈഡിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. നമ്മളിവിടെ ഈ ഫൈലത്തിൻ്റെ യുണീക്ക് ഫീച്ചേഴ്സ് നമ്മൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില ക്യാരക്ടേഴ്സ് ആയതുകൊണ്ടാണ് ഒന്നുകൂടെ പറയുന്നത്. എന്താണ്? ഒന്നാമത് ജോയിൻറ്റഡ് അപ്പൻഡേജസ് ആണ്. അതുകൊണ്ടാണല്ലോ ഈ ഫൈലത്തിന് ആർത്രോപോഡ എന്ന പേര് വരാൻ കാരണം. പിന്നെ ബോഡി ഹാസ് 3 റീജിയൻസ്. എന്തൊക്കെയാണ്? ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. ഇങ്ങനെ 3 റീജിയൻസ് കാണപ്പെടുന്നുണ്ട്. ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. ബോഡി ഈസ് കവേർഡ് ബൈ കൈറ്റിനസ് ക്യൂട്ടിക്കിൾ ഓർ എക്സോസ്കെലിട്ടൺ. ഇപ്പോൾ ബോഡിയെ കവർ ചെയ്ത് കൈറ്റിൻ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു എക്സോസ്കെലിറ്റനുണ്ട്. അതൊരു അഡാപ്റ്റേഷനാണ് ഈ ഫൈലത്തിൽ വരുന്ന ജീവികൾക്ക്. ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്, ഒരു സംരക്ഷണവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും ജീവിക്കുന്നതിന് ഈ ഒരു സ്കെലിട്ടൺ അവയെ സഹായിക്കുന്നുണ്ട്. മറ്റൊരു എക്സ്ക്രീറ്ററി ഓർഗൻസും ഒരു യുണീക്ക് ഫീച്ചറാണ്. ഏതാണ്? മാൽപീജിയൻ ട്യൂബ്യൂൾസ് അവയുടെ എക്സ്ക്രീറ്ററി ഓർഗനാണ്, വിസർജന അവയവമാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. പിന്നെ സെൻസറി ഓർഗൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആൻറ്റിനെ ഉണ്ട്, കോമ്പൗണ്ട് ആൻഡ് സിമ്പിൾ ഐസ്. ഇപ്പോൾ 2 ടൈപ്പുള്ള ഐസ് ഇവിടെ കാണാൻ കഴിയും. സിമ്പിൾ ഐസും കോമ്പൗണ്ട് ഐയും. കോക്രോച്ചിനൊക്കെ കോമ്പൗണ്ട് ഐസാണ് കാണപ്പെടുന്നത്. അതായത് ഡിഫറൻറ്റ് യൂണിറ്റ്സ് കൂട്ടിച്ചേർന്നുണ്ടായിട്ടുള്ള സ്ട്രക്ചറാണ്. ഒമാറ്റിഡിയ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് കൂട്ടിച്ചേർന്നുണ്ടായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, ഐ ആണ്. അപ്പോൾ ഒരു മൊസൈക്ക് വിഷനാണ് അപ്പോൾ ഈ കോമ്പൗണ്ട് ഐ ഉള്ള ജീവികൾക്ക് കാണാൻ കഴിയുന്നത്. മറ്റേ സിമ്പിൾ ഐ ഉള്ള ജീവികളും ഈ ഫൈലത്തിലുണ്ട്. പിന്നെ ഇവിടെ ബോഡി ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഓർഗൻസിനെ സ്റ്റാറ്റോസിസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്റ്റാറ്റോസിസ്റ്റ് ആണ് അവരുടെ ബാലൻസിങ് ഓർഗൻസ്. അപ്പോൾ കുറേ പുതിയ ടേംസുകൾ നമ്മൾ ഈ ഫൈലത്തിൽ പരിചയപ്പെടുകയുണ്ടായി. അപ്പോൾ അതൊക്കെ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ഈ യുണീക്ക് ഫീച്ചേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊക്കെയാണ്? ജോയിൻറ്റഡ് അപ്പൻഡേജസ്, പിന്നെ ബോഡി പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത്, കൈറ്റിനസ് ക്യൂട്ടിക്കിൾ, കൈറ്റിൻ അതായത് എക്സോസ്കെലിട്ടൺ, അവിടെ ഒരു പുറം ചട്ട കവറിങ് വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഈ ഫൈലത്തിൻ്റെ. പിന്നെ മാൽപീജിയൻ ട്യൂബ്യൂൾസ്, പിന്നെ അവരുടെ സെൻസ് ഓർഗൻസ്. നമ്മളെ സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ്? ഐസ് ഉണ്ട്, ഇയർ ഉണ്ട്, നോസ്, അങ്ങനെ നമ്മുടെ സെൻസ് ഓർഗൻസ്. അതുപോലെ ഈ പറയുന്ന ആർത്രോപോഡ വിഭാഗത്തിൽ വരുന്ന സെൻസ് ഓർഗൻസ് ആണ് ആൻറ്റിനെ, കോമ്പൗണ്ട് ആൻഡ് സിമ്പിൾ ഐസ്, സ്റ്റാറ്റോസിസ്റ്റ് എന്തായിട്ട് പ്രവർത്തിക്കുന്നു? ബാലൻസിങ് ഓർഗൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നു, ബാലൻസ് ഓർഗൻസ്. ഫൈലം ആർത്രോപോഡയിൽ വരുന്ന എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഇൻസെക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ അതിലൊന്ന് എപ്പിസ്, ഹണി ബീ ആണ്. ഹണി ബി. അപ്പോൾ ഹണി ബീയുടെ പ്രാധാന്യം നിങ്ങൾക്കറിയാവുന്നതാണ്. അതായത് ഹണി മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. പിന്നെ ബീ വാക്സ് ഒക്കെ ഹണി എന്ന് പറയുന്ന ഹണി ബീയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. മറ്റൊരു ഇൻസെക്റ്റാണ്, എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസെക്റ്റാണ് ബോംബാക്സ് എന്ന് പറയുന്നത്. സിൽക്ക് വേം, പട്ടുനൂൽ പുഴു എന്നറിയപ്പെടും. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് സിൽക്ക് വേം. മറ്റൊന്ന് ലാക്സിഫർ ഇൻസെക്റ്റാണ്, ലാക്ക് ഇൻസെക്റ്റ് എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ അതും വളരെ പ്രാധാന്യമുള്ള ഒരു ഓർഗാനിസമാണ്. സീലിംഗ് വാക്സ്, ടോയ്സ്, അപ്പോൾ ഇവയുടെയൊക്കെ നിർമ്മാണത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജീവിയാണ് ലാക്ക് ഇൻസെക്റ്റ്. അപ്പോൾ വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരുപാട് ഇൻസെക്ട്സ് നമ്മൾ ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലത്തിൽ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള പ്രധാനമായിട്ട് 3 ഇൻസെക്റ്റാണ്. അതായത് ഹണി ബി, സിൽക്ക് വേമുണ്ട്, ലാക്ക് ഇൻസെക്റ്റാണ്. ഒരു 3 ഓർഗാനിസംസിനെയാണ്. അടുത്തതായി ചില വെക്റ്റേഴ്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഈ ഫൈലത്തിൽ പറഞ്ഞിട്ടുള്ളത്. വെക്റ്റേഴ്സ് എന്ന് വെച്ചാൽ വാഹകരാണ്. ചില രോഗാണുക്കളുടെ വാഹകരായി പ്രവർത്തിക്കുന്ന ആ ഇൻസെക്റ്റ് ഉണ്ട്, ഈ ഫൈലത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നത് മോസ്കിറ്റോസ് ആണ്. കൊതുകുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് പല സ്പീഷീസ് ഉണ്ട്. അപ്പോൾ അനോഫലിസ് ഉണ്ട്, ക്യൂലെക്സ് ഉണ്ട്, ഈഡിസ് ഉണ്ട്. അപ്പോൾ അനോഫലിസ് എന്ന് പറയുന്ന ആ കൊതുകാണ് മലേറിയ രോഗത്തിന് കാരണമായിട്ടുള്ള പ്ലാസ്മോഡിയത്തെ വഹിക്കുന്നത്. അതിൻ്റെ വെക്ടറാണ്, വാഹകരാണ് ഈ കൊതുക് അനോഫലിസ്. മലേറിയ ഡിസീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുണ്ടാകുന്ന ഓർഗാനിസമാണ്, പാരസൈറ്റാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്മോഡിയത്തിനെ കൊണ്ടുപോകുന്ന വെക്ടറായിട്ട്, വാഹകനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻസെക്റ്റാണ് ഏത് മോസ്കിറ്റോസ്, അനോഫലിസ്. മറ്റൊരു വെക്ടറാണ് ക്യൂലെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈലേറിയാസിസ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, ഫൈലേറിയൽ വേം. തൊട്ട് നേരത്തെ നമ്മൾ പഠിച്ച ഫൈലത്തിൽ വരുന്ന ഒരു ഓർഗാനിസമാണ് എലിഫൻറ്റിയാസിസ്, മന്തുരോഗം നിങ്ങൾ കേട്ടിട്ടുള്ള ഫൈലേറിയൽ വേം. അപ്പോൾ ആ ഫൈലേറിയൽ വേമിൻ്റെ വാഹകൻ ആണ്, വെക്ടറാണ് ആര്, ഈ ക്യൂലെക്സ് എന്ന് പറയുന്ന കൊതുക്. പിന്നെ ഈഡിസ് എന്ന് പറയുന്ന മറ്റൊരു കൊതുകുണ്ട്. അപ്പോൾ ഡെങ്കി, അതുപോലെ തന്നെ യെല്ലോ ഫീവർ. അപ്പോൾ അത് അങ്ങനെയുള്ള ചില ഡിസീസിന് കാരണമായി ഉള്ള പാരസൈറ്റിനെ വഹിക്കുന്ന വിഭാഗത്തിലുള്ള കൊതുകാണ് ഇവർ ഒക്കെ. അപ്പോൾ ഇവരെല്ലാം വെക്റ്റേഴ്സാണ്, വാഹകരാണ്. പലതരത്തിലുള്ള പാരസൈറ്റുകളെ വഹിക്കുന്ന ഓർഗാനിസംസാണ്. അപ്പോൾ ഈ പാരസൈറ്റൊക്കെ നമ്മളിൽ പല രോഗങ്ങളും ഉണ്ടാക്കുന്നുമുണ്ട്. പിന്നെ മറ്റൊരു എക്സാമ്പിളാണ് ഈ ഫൈലത്തിൽ വരുന്ന ഒരു ഗ്രിഗേറിയസ് പെസ്റ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ ട്രാവലിംഗ് ഗ്രൂപ്പ്സ്, അതാണ് ഗ്രിഗേറിയസ് പെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത് ലോക്കസ്റ്റ് ആണ്. ലോക്കസ്റ്റ് എന്ന് പറയുന്ന ഓർഗാനിസമാണ് ഒരു ഗ്രിഗേറിയസ് പെസ്റ്റിന് എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത്. മറ്റൊരു എക്സാമ്പിളായിട്ട് ലിവിങ് ഫോസിൽ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ലിമുലസ് ആണ്. അതിൻ്റെ കോമൺ നെയിം കിങ് ക്രാബ് എന്നാണ്. ലിവിങ് ഫോസിൽ ഏതാണ് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത്? ലിമുലസ് അഥവാ കിങ് ക്രാബ് എന്ന ഓർഗാനിസമാണ് എക്സാമ്പിളായിട്ട് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഫൈലത്തിൽ പ്രധാനമായി ഉൾക്കൊള്ളിച്ചത്. ഇപ്പോൾ ഫൈലം ആർത്രോപോഡയിലെ ചില എക്സാമ്പിളുകളെക്കുറിച്ചും ഈ ഫൈലത്തിലെ ചില പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ കുറിച്ചും നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. ഒന്ന് സ്പൈഡർ, നമ്മൾ നിത്യവും കാണുന്ന ചില ഓർഗാനിസംസാണ് ഈ സ്പൈഡർ പോലുള്ളത്. പിന്നെ സ്കോർപ്പിയോൺ ഉണ്ട്, ക്രാബ്, പ്രോൺ. സ്പൈഡർ എന്ന് പറയുമ്പോഴത്തേക്കും ചിലന്തികൾ, സ്കോർപ്പിയോൺ തേള്, പിന്നെ ക്രാബ് ഞണ്ടാണ്, പിന്നെ പ്രോൺ ചെമ്മീൻ. ഒക്കെ ഈ എക്സാമ്പിളാണ് ഈ ഫൈലത്തിൽ വരുന്നത്. പിന്നെ ബട്ടർഫ്ലൈ, ഇൻസെക്ട്സ് ഒക്കെ നമ്മൾ വേറെയും ചില ഒരുപാട് എക്സാമ്പിൾ നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഫൈലത്തിൽ കണ്ടത്? ലാർജസ്റ്റ് ഫൈലമാണെന്ന് നമ്മൾ പറഞ്ഞു. ആർത്രോപോഡ ജോയിൻറ്റഡ് അപ്പൻഡേജസ് ആണെന്ന് നമ്മൾ പറയുകയുണ്ടായി.
പിന്നെന്തൊക്കെയാണ് അവരുടെ ബോഡി, ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. പിന്നെന്താണ് ബോഡി കവേർഡ് ബൈ കൈറ്റിനസ് എക്സോസ്കെലിറ്റൻ ഉണ്ട്. അത് അവരുടെ അഡാപ്റ്റേഷനാണ്. അപ്പോൾ ബോഡിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഒരു പ്രതികൂല സാഹചര്യത്തിലും ജീവിക്കാനുള്ള ഒരു ക്യാരക്ടറാണ് ഏതാ കൈറ്റിനസ് എക്സോസ്കെലിറ്റൺ എന്ന് പറയുന്നത്. പിന്നെ അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ, ശ്വസനത്തിന് സഹായിക്കുന്ന. അപ്പോൾ അക്വാട്ടിക് ആയിട്ടുള്ള ജീവികൾക്ക് ഗിൽസ് പോലുള്ള ഓർഗൻസൊക്കെ കാണും. ഗിൽസ് ഉള്ളവരുണ്ട്, ബുക്ക് ഗിൽസ് ഉള്ളവരുണ്ട്, ബുക്ക് ലങ്സ്, ട്രക്കിയൽ സിസ്റ്റം ഉള്ളവരുണ്ട്. പിന്നെ സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ സെൻസ് ഓർഗൻസ് ആൻറ്റിനെ, ഐസ്, കോമ്പൗണ്ട് ആൻഡ് സിമ്പിളായി 2 ടൈപ്പ് ഐസിൻ്റെ കാര്യം നമ്മൾ പറയുകയുണ്ടായി. പിന്നെ ബാലൻസിങ് ഓർഗൻ സ്റ്റാറ്റോസിസ്റ്റ് ആണെന്ന് പറഞ്ഞു. എക്സ്ക്രീറ്ററി ഓർഗൻ മാൽപീജിയൻ ട്യൂബ്യൂൾസ്. പിന്നെ ഒവിപാരസ് എഗ് ലേയിങ് അനിമൽസ് ആണെന്ന് പറഞ്ഞു ഭൂരിഭാഗം ജീവികൾ. പിന്നെ എക്കണോമിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഇൻസെക്റ്റിൻ്റെ പേര് നമ്മൾ പറയുകയുണ്ടായി. പിന്നെ കുറേ വെക്റ്റേഴ്സ്, അതായത് രോഗങ്ങളുണ്ടാക്കുന്ന പാരസൈറ്റുകളെ വഹിക്കുന്ന കുറേ ജീവികളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ ഗ്രിഗേറിയസ് പെസ്റ്റിന് ലോക്കസ്റ്റ് എക്സാമ്പിളാണെന്ന് പറഞ്ഞു. ലിവിങ് ഫോസിലിന് കിങ് ക്രാബ്, അതായത് ലിമുലസ് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയുണ്ടായി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫൈലം ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലത്തിൽ നിന്ന് ഇന്ന് പഠിച്ചത്. ഓക്കെ.